അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും വിഷമകരമായ ഘട്ടം ഏതാണ് എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ അതിന് മറുപടിയായി പറഞ്ഞത്, ഒന്ന് ത്വായിഫാണ്, രണ്ട് ഉഹദാണ് എന്ന്. ബദറിന് ശേഷമുണ്ടായ ആ പോരാട്ടം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50 അമ്പെയ്ത്തുകാരൊരു കുന്നിൻ്റെ മുകളിൽ നിർത്തി. ആദ്യ റൗണ്ടിൽ യുദ്ധം വിജയിച്ചപ്പോൾ അവർ വനീമത്ത് സ്വത്ത് എടുക്കാൻ വേണ്ടി അവർ 40 ആളുകളായി വന്ന് ഇറങ്ങിയപ്പോഴാണല്ലോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ ആ കുന്നിൻ്റെ മേലെ കയറി ഇരച്ച് കയറിയത്, മേലേന്ന് താഴെ കമ്പെയ്തത്. ഒരുപാട് സ്വഹാബാക്കൾ രക്തസാക്ഷിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടി അവിടുത്തെ രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ആ ഘട്ടത്തിലാണ് വഹ്ശി ഹംസാ റളിയല്ലാഹു അൻഹുവിനെ കുന്തമെറിഞ്ഞ് ഹംസാ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ അത് വന്ന് തറച്ച് മഹാനവറുകൾ വീണ് ഹംസാ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയോട്ടി വെട്ടിപ്പിളർത്തി തലച്ചോറ് പുറത്തെടുക്കുന്നതും നെഞ്ചിൻ്റെ കൂട്ടിൽ നിന്ന് കരൾ പുറത്തെടുത്ത് ചവച്ച് തുപ്പുന്നതും, അങ്ങനെ ഹിന്ദ് അറബി കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് ആനന്ദം നൃത്തം ആറാടിയതൊക്കെ ആ സംഭവമാണ്. അള്ളാഹിൻ്റെ റസൂൽ ഈ രംഗം കണ്ട് ആ വെട്ടിമുറിക്കപ്പെട്ട തലയും അതേപോലെ തന്നെ പീസാക്കി അരിഞ്ഞ് വീഴ്ത്തിയ ശരീരത്തിൻ്റെ ഭാഗങ്ങളും കണ്ട് അള്ളാഹിൻ്റെ റസൂൽ സമനില തെറ്റി പൊട്ടിക്കരഞ്ഞു പോയ രംഗമാണത്. അങ്ങനെ അതൊക്കെ കൂടി ആ ശരീരം ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അള്ളാഹിൻ്റെ റസൂൽ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ 70 ആളുകൾക്ക് രക്തസാക്ഷിയായത് ആളുകളെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അതൊക്കെ ഹംസാ റളിയല്ലാഹു അൻഹുവിനും കൂടി ഉൾപ്പെടുത്തി ആദ്യമായിട്ട് ഹംസാ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച് മറ്റു നിസ്കാരങ്ങളുടെ ഒക്കെ പ്രതിഫലം ഹംസാ റളിയല്ലാഹു അൻഹുവിന് കിട്ടത്തക്കവണ്ണാണ് അള്ളാഹിൻ്റെ റസൂല് നിസ്കരിച്ചത് എന്നാണ് പറയുന്നത്. ഹംസാ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചതായിരുന്നു ആ രക്തസാക്ഷിത്വം. സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി, ശുഹദാക്കളുടെ നേതാവുമായി. അതുകൊണ്ട് തന്നെ ദീനിന് വേണ്ടി അവർ കയ്യും കാലും ശരീരത്തിൻ്റെ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും ഇഞ്ചിഞ്ചായി നൽകിയെന്ന് പറഞ്ഞാൽ അവരുടെ ഈമാനികമായ ആവേശമാണത്. വിശ്വാസത്തിൻ്റെ വീര്യവും ശക്തിയും ആവേശവുമാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. മഹാനവറുകളുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായി അല്ലാഹു തആല നമ്മളെ ദോഷങ്ങൾ പുറത്തു തരട്ടെ. അതുപോലെ തന്നെ മഹാനവറുകളുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ മഹാനവറുകളുടെ അനുഗ്രഹം നമുക്കുണ്ടാവും, കാവല് നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. അതുകൊണ്ട്